എളുപ്പത്തിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കും അതിൻ്റെ ഐസിങ്ങും ഒരു റെഡ് വെൽവെറ്റ് കേക്ക് 1 kg ചെയ്യുന്നതിൻ്റെ ഫുൾ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്പോഞ്ച് കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ആക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 3 തവണ ഇതിനൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇനി ഞാനിവിടെ 4 മുട്ടയുടെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഗ് വൈറ്റിൽ ഒരു പിഞ്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പതിഞ്ഞ് വരുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് ഇത് നല്ല ഫ്ലഫിയായി നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണ്ടവർക്ക് ചാനൽ കയറി ഷോർട്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും. നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫിയായി പതിഞ്ഞ് വന്നാൽ 1 ടീസ്പൂൺ വാനില എസൻസും ഈ റെഡ് വെൽവെറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഡ്രോപ്സ് റെഡ് ഫുഡ് കളർ ജെൽ കളറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ദെൻ എഗ്ഗിൻ്റെ യോക്ക് ഓരോന്ന് വിധം ചേർത്ത് ലോ സ്പീഡിൽ ജസ്റ്റ് മിക്സ് ആവുന്നത് വരെ മാത്രം മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഓരോ യോക്ക് വീതം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനുശേഷം അരിച്ച് വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറും കുറേശ്ശെ ഇതുപോലെ ഇട്ടതിന് ശേഷം സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ഗ്രീസ് ചെയ്തിട്ടുള്ള 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ദെൻ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലോ 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റ് മുമ്പ് ടിന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 30 മിനിറ്റിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ള സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാതാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിരിക്കും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ടേബിളിന് മുകളിൽ കേക്ക് ബോർഡ് വെച്ചിട്ട് കുറച്ച് ക്രീം ചേർത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഈ സ്പോഞ്ച് കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഫില്ലിങ് കൊടുക്കുന്ന ക്രീമിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫില്ലിങ്ങിനായിട്ട് ഞങ്ങളുടെ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ഇനി 3rd ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് കുറഞ്ഞ ക്രീമിൽ അത് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
10 മിനിറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് ക്രീം ഉപയോഗിച്ച് കേക്ക് ഫൈനലൈസിങ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ദെൻ കേക്കിൻ്റെ ക്രംസ് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഈ ക്രംസ് അരിപ്പയിലിട്ടിട്ട് അരിച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ സെൻട്രലായിട്ട് നോസിൽ വർക്കും ചെയ്തിട്ട് ക്രിസ്മസ് വിഷും ഒരു ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് ഈ കേക്കിന് ഡെക്കറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്